അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫിരി തങ്ങൾ പാപ്പ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു ആശയ വിഷയം പറഞ്ഞപ്പോൾ അതിനെ പരിഹസിക്കുന്ന ഒരു വഹാബിയുണ്ട്. എന്നാൽ എന്താണ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫിരി തങ്ങൾ പാപ്പ പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് ആദ്യമൊന്ന് കേൾക്കണമല്ലോ. എന്നിട്ടാവണമല്ലോ മറ്റു വിഷയത്തിലേക്ക് നാം കടക്കേണ്ടത്. ഏതായാലും സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫിരി തങ്ങൾ പാപ്പ പറയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പോൾ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അത് മൂപ്പര് പറഞ്ഞു, എൻ്റെ മുരീദാരും നരകത്തില്ല, നരകത്തെ കാക്കും മലക്ക് ചൊന്നോ പറഞ്ഞു. അത് നരകത്തിൻ്റെ ലിസ്റ്റോ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്, അറിയോ? ആ ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ മഹാന്മാർക്ക് കഴിയും. അതിൻ്റെതായ പ്രത്യേകമാവുന്ന ഒരു മാധ്യമം അവരെ കൈവശമുണ്ട്. സയ്യിദുൽ ഉലമ പറഞ്ഞത് കേട്ടില്ലേ? മുഹിയുദ്ദീൻ മാലയിലുള്ള ഒരു വരിയാണ് പ്രസിദ്ധീകരിച്ചിട്ട് ചുവരിൽ ഇങ്ങനെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി തൂക്കിടാൻ. അള്ളാഹുവിന് മാത്രം അറിയുന്ന ഗൈബിയായ ഒരു കാര്യമാണ് ആരൊക്കെ നരകത്തിൽ പോകും, ആരൊക്കെ സ്വർഗത്തിൽ പോകും എന്നൊക്കെ. എത്ര നല്ല നല്ല ആൾക്കാരുടെ കസേരയാണ് ഈ സമസ്ത. ഈ ജിദ്ദയില് തുണി ഷോപ്പിൽ തുണി മുറിക്കാൻ വന്നിരുന്ന വിസ കച്ചവടവും കുറിയൊക്കെ വെച്ച് പൊട്ടി പാളിസാഹിബ് പിടിച്ചിട്ട് സമസ്തയുടെ പ്രസിഡന്റ് ആക്കിയ സമസ്തക്കാർക്ക് അങ്ങനെ തന്നെ വേണം. ഇയാൾക്ക് അന്തം ബോധമില്ലാന്ന് എല്ലാവർക്കും അറിയാം. മുമ്പിലിരിക്കുന്ന മനുഷ്യന്മാർ ഇങ്ങനെ കുറച്ച് അന്തമുണ്ടല്ലോ. നിങ്ങൾ എങ്ങനെ ഇതൊക്കെ സഹിച്ചിരിക്കുന്നത്? നിങ്ങൾ സമ്മതിക്കണം. വേറെ വല്ല സർട്ടിഫിക്കറ്റും ആണോ എന്നൊക്കെ ചോദിച്ചു പരിഹസിക്കുന്നുണ്ട്. ആ പരിഹസിക്കുന്ന വഹാബിയോട് പറയാനുള്ളത്, ഈ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിനൊക്കെ ഒരു മാനവീയായ അർത്ഥമുണ്ട്. അതിനൊക്കെ ഒരു മാനവീയായ അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവുള്ള വഹാബിയൊന്നും അല്ല നീ. സയ്യിദുൽ ഉലമ പറഞ്ഞത് മനസ്സിലാക്കാൻ മാത്രം കഴിവുള്ള ഒരു വ്യക്തിയല്ല ജ്. അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നിനക്കുണ്ടെങ്കിൽ നീ വഹാബി ആവൂലല്ലോ, നീ സുന്നിയല്ലേ ആവുള്ളൂ. അപ്പം അത് മനസ്സിലാക്കാൻ ഒരു കഴിവില്ലാത്തത് കൊണ്ടാണ് ജന്തിയത് വഹാബി ആയത്. സയ്യിദുൽ ഉലമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇജ് മനസ്സിലാക്കണത് എൻ്റെ തിരൂരങ്ങാടി പ്രസ് കൊണ്ടുപോയി അടിച്ചു കൊടുക്കുന്നതാണെന്നല്ല. അതിനൊക്കെ ഒരു മാനവീയായ അർത്ഥം ആലിമീങ്ങൾ പറയുമ്പോൾ അതിനർത്ഥം മാനവീയായ ഒരു അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? ഇനി ഓൻ പരിഹസിക്കുന്ന കോലുണ്ട്. ആര്? ഈ വഹാബി. ഇത് സയ്യിദുൽ ഉലമ പറഞ്ഞപ്പോൾ എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ, അഥവാ നരകത്തിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പരിഹസിക്കുന്ന ഒരു വഹാബി. അതൊന്ന് കേട്ടോ കാണി. അതിനെ പരിഹസിക്കുക മാത്രമല്ല, സയ്യിദുൽ ഉലമൻ്റെ മറ്റു ബിസിനസ്സുമായി കൊണ്ടൊക്കെ പറയുന്നുണ്ട്. ഒന്ന് കേൾക്കാം നമുക്ക്. ഇതെന്താ PSC റാങ്ക് ലിസ്റ്റാ? പ്രസിദ്ധീകരിച്ചിട്ട് ചുവരിൽ ഇങ്ങനെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി തൂക്കിടാൻ. അള്ളാഹുവിന് മാത്രം അറിയുന്ന ഗൈബിയായ ഒരു കാര്യമാണ് ആരൊക്കെ നരകത്തിൽ പോകും, ആരൊക്കെ സ്വർഗത്തിൽ പോകും എന്നൊക്കെ ഉള്ളത്. അനക്ക് അങ്ങനെ അത് തോന്നുള്ളൂ വഹാബി. PSC റാങ്ക് ലിസ്റ്റ് അല്ല അത്. PSC റാങ്ക് ലിസ്റ്റാണ് വെച്ചാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നുകൊണ്ട് ചുമരിൽ നമുക്ക് തൂക്കിയിടാം. ഇതങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു കേസല്ല. ഇത് PSC റാങ്ക് ലിസ്റ്റ് അല്ല. നരകത്തിലേക്ക് ആര് കിടക്കുമെന്നും സ്വർഗത്തിലേക്ക് ആര് കിടക്കും എന്നുള്ളത് അള്ളാഹുവിൻ്റെ അത് ഗൈബിയായ ഒരു കാര്യമാണെന്ന് പറഞ്ഞത്. ഔലിയാക്കന്മാർക്ക് അള്ളാഹു തആല അറിയിച്ചു കൊടുക്കും. അള്ളാഹു തആല ഔലിയാക്കന്മാരുമായി കൊണ്ടൊരു കണക്ഷൻ ഉണ്ട്. അതാണ് ഔലിയാക്കന്മാർ. ജൻ്റെയും പോലെ അല്ല ഔലിയാക്കന്മാർ. ഔലിയാക്കന്മാർക്ക് അള്ളാഹു തആല കൊടുത്തൊരു കഴിവ് പ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല, അതല്ലേ ഞാൻ അവരുടെ കയ്യാവും കാലാവും കണ്ണാവും എന്നൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം എന്താ? അള്ളാഹിൻ്റെ കണ്ണാവും കാലാവും എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എന്താ ഇപ്പം ജീ പറയണത്? എന്നിട്ട് PSC റാങ്ക് ലിസ്റ്റാണോ ഇത് ചുമരുമ തൂക്കാനാണ് പരിഹസിക്കുക ജിഫിരി തങ്ങളെ. അള്ളാഹു തആല ചങ്ങായി ഔലിയാക്കന്മാർക്ക് പല കഴിവും കൊടുക്കും. ആ കഴിവ് പ്രകാരം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അതവർക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണത് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ആ ഒരു മാനവീയായ ഗൈബിയായ ഒരു കാര്യമാണത്. ആ പറഞ്ഞതിനൊരു മാനവീയായ അർത്ഥമുണ്ട്. ബാക്കി പറയേ. എത്ര നല്ല നല്ല ആൾക്കാരിരുന്ന കസേരയാണ് ഈ സമസ്ത പ്രസിഡന്റ് എന്നുള്ളത്.
ഉറപ്പല്ലേ, സംശയമില്ലല്ലോ. എത്ര നല്ലതായ ആൾക്കാർ എന്ന കസാലയാണ് സമസ്തയുടെ പ്രസിഡന്റ് എന്നുള്ളത് അത് ഉറപ്പിച്ചല്ലേ ചെയ്യും. അപ്പോൾ നല്ല ആൾക്കാരായി ഇരുന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായില്ലേ. നല്ല ആൾക്കാർ സമസ്തയുടെ പ്രസിഡന്റ് കസാലയിൽ ഇരുന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി. കാരണം വഹാബികളാരും ഇരുന്നിട്ടില്ല, സുന്നിയാൾ തന്നെ ഇരുന്നിക്കണത്. അപ്പോൾ ആ ഇരുന്നത് നല്ല കസാലയാണെന്ന് ഉറപ്പിച്ചല്ലോ മതി. അഞ്ഞ് ബാക്കി പറയാം. ഈ ജിദ്ദയിൽ തുണി ഷോപ്പിൽ തുണി മുറിക്കാൻ നിന്നിരുന്ന വിസ കച്ചവടവും കുറിയൊക്കെ വെച്ച് പൊട്ടി പാളീസായ ഒരു ചെങ്ങാനെ പിടിച്ചിട്ട് സമസ്തയുടെ പ്രസിഡൻ്റാക്കിയ സമസ്തക്കാർക്ക് അങ്ങനെ അവിടെ മോനെ എനിക്ക് തെറ്റുപറ്റി. ഇസ്ലാമിൽ ഏത് കച്ചവടം ചെയ്യുക, നല്ല ഹലാലായ ഏത് കച്ചവടം ചെയ്യുക. ജിദ്ദയിൽ തുണി ഷാപ്പിൽ ജിഫ്രിത്തങ്ങൾ നിൽക്കട്ടെ, അവിടെ തുണി കച്ചവടം ചെയ്യട്ടെ, ടൈലറിങ് മുറിച്ച് കൊടുക്കട്ടെ, തുണി മുറിച്ച് കൊടുക്കട്ടെ, എന്തായിക്കോട്ടെ. എന്നിട്ട് പിന്നെ അവർ കച്ചവടം ചെയ്യുന്നതിന് എന്താ പ്രശ്നം? ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള എന്താ പറയുക, കച്ചവടം ചെയ്ത് ജീവിക്കണം എന്നാ ഖുർആൻ വരെ പറഞ്ഞിട്ടില്ലേ, ഹദീസിലും ഖുർആനിലും ഒക്കെ പറഞ്ഞിട്ടില്ലേ. കച്ചവടം ചെയ്തിട്ട് നല്ല ഹലാലായ രൂപത്തിലുള്ള കച്ചവടം ചെയ്ത് ജീവിക്കണം. അറിയില്ല എനിക്ക്? നല്ല കച്ചവടം ചെയ്ത് ജീവിക്കാനാണ് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ കച്ചവടം ചെയ്യാൻ ഹലാലായ രൂപത്തിൽ നല്ല വിസ എടുത്ത്, അടിപൊളി വിസ ഒക്കെ എടുത്തുകൊണ്ട് ജിദ്ദയിൽ പോയി തുണിക്കടയിൽ നിന്നു കച്ചവടം ചെയ്തു. എന്താ പ്രശ്നം? എന്താന്നിട്ട് പ്രശ്നം? പിന്നെ അവിടെ പറഞ്ഞല്ലോ പാളീസായി പോന്നു. ആകെ പാളീസായി പോന്നിക്കല്ല, വലിയ സമ്പന്നനാണ് ജിഫിരിത്തങ്ങൾ. നല്ല പൈസക്കാരനാ, അതറിയില്ല എനിക്ക്. ജിഫിരിത്തങ്ങൾ നല്ല പൈസക്കാരനാണ്, നല്ല പൈസ ഉള്ള ആളാണ് ജിഫിരിത്തങ്ങൾ. പാളീസയിക്കല്ല, വലിയ മുതലാളി അയക്കാണ്. അത്യാവശ്യം തിരക്കടില്ല എന്ന് അത്യാവശ്യം നല്ല സമ്പത്ത് ഉണ്ടാക്കിയതിന് ശേഷം മൂപ്പര് വീണ്ടും തിരിച്ചു വന്ന് നല്ല ദർസ് നടത്തി. ആലിമീങ്ങൾക്ക്, നല്ല മൂല്യമാർക്കും ആലിമീങ്ങൾക്കും നല്ല ദർസ് നടത്തി. നല്ല ഉഹ്രവിയായ പണ്ഡിതന്മാരെ വാർത്തെടുത്തു. അതെന്താടോ? അജ് പറഞ്ഞ് തെറ്റാണ്. ഏത് പൊട്ടിപ്പാളീസായിക്കല്ല, വന്നതിന് ശേഷം വലിയ മുദ്ദരിസായിട്ട് എന്ത് ചെയ്തു? ദർസ് നടത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി പറയാം തന്നെ വേണം. ഇയാൾക്ക് അന്തം ബോധമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇയാൾക്ക് അന്തവും ബോധമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ജിഫ്രി തങ്ങൾ പാപ്പാക്ക് സമസ്തൻ്റെ പ്രസിഡന്റിനിക്ക് അന്തവും ബോധവും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആർക്കറിയാന്ന്? വഹാബികൾ പറയാം, അനക്ക് പറയാം, അന്നെ പോലത്തെ ആൾക്കാർക്ക് പറയാം. എന്നാൽ മുമ്പിലിരിക്കുന്ന മനുഷ്യന്മാർ നിങ്ങൾക്ക് കുറച്ച് അന്തമുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ സഹിച്ചിരിക്കുന്നത്? നിങ്ങൾ സമ്മതിക്കണം. തങ്ങൾ പാപ്പാൻ്റെ മുന്നിലിരിക്കണവർ അന്തമുള്ളവരാട്ടോ, കുറച്ചൊക്കെ അന്തമുള്ളവരാണ്. തങ്ങൾ പാപ്പാക്കാണ് അന്തോ ബോധം ഇല്ലാത്തത്. ഈ മുന്നിലിരിക്കണവർക്ക് അന്തമുണ്ട്. പിന്നെ എങ്ങനെ നിങ്ങൾ സഹിച്ചത്? മോനെ, അനക്ക് സയ്യിദുൽ ഉലമനെ അറിയോ? സയ്യിദുൽ ഉലമൻ മുത്താണ്, മാണിക്കക്കല്ല് പുകലാണത്. അത് സമസ്തക്ക് വീണ് കിട്ടിയൊരു മുതലാ. ഇജെന്തേ കരുതിയത്? എന്നിട്ട് മൂപ്പരെയാണോ പറയുന്നത്? മൂപ്പർക്ക് കിതാബോധി കൊടുക്കാൻ 10,000 വട്ടം ജനിച്ചു വന്നാലും എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെ അത് മൂപ്പര് ഏത് തുണിക്കടയിലിരിക്കട്ടെ, ഏത് ടെക്സ്റ്റൈൽസിലിരിക്കട്ടെ, ഏത് ടൈലർ ഷോപ്പിലിരിക്കട്ടെ, അവിടെയൊക്കെ നിന്ന് പൈസക്കാരനായി വന്ന് വീണ്ടും ദർസ് നടത്തിയിട്ട് വലിയ പണ്ഡിതനായി, പണ്ഡിതന്മാരെ വാർത്തെടുത്തൊരു വലിയ പണ്ഡിതനാണ് സയ്യിദുൽ ഉലമ. ആ സയ്യിദുൽ ഉലമൻ്റെക്ക് കിതാബോധി കൊടുക്കാൻ എൻ്റോന് 10,000 വട്ടം ജനിച്ചു വന്നാലും മോനെ കയ്യൂല. അതങ്ങനെയാണ് സയ്യിദുൽ ഉലമ. അത് നേതാവാ.